നമസ്കാരം. നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം അതിർത്തിയിലെ മഞ്ഞുമലകളിൽ തോക്കുകൾ കൊണ്ടാണ് നടത്തുന്നത് എന്നാണ്. എന്നാൽ സത്യം ഒരിക്കലും അതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൈന ഇന്ത്യക്കെതിരെ ഒരു 360 ഡിഗ്രി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ മാപ്പുകളിൽ, സമുദ്രത്തിൽ, അയൽ രാജ്യങ്ങളുടെ ട്രഷറികളിൽ, എന്തിന് നമ്മുടെ പാസ്പോർട്ടിൽ വരെ ഇവർ ഈ യുദ്ധം നടത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശിന്റെ സ്ഥലങ്ങളുടെ പേര് വരെ ഇവർ മാറ്റുന്നുണ്ട്. അയൽരാജ്യങ്ങളെ കടക്കണിയിൽ പെടുത്തുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മളെ വളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്ട്രിംഗ് ഓഫ് പേഴ്സ് എന്ന ഈ തന്ത്രത്തെ ഇന്ത്യ എങ്ങനെയാണ് നേരിടുന്നത്? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചൈനയുടെ 4 വലിയ ആക്രമണ പദ്ധതികളെ കുറിച്ചും അതിനെ ഇന്ത്യ നെക്ലേസ് ഓഫ് ഡയമണ്ട്സ് എന്ന തന്ത്രത്തിലൂടെ എങ്ങനെ തകർക്കുന്നു എന്നുമാണ്. കൂടാതെ സിലിഗുരി കോറിഡോർ എന്നീ നമ്മുടെ ചിക്കൻ നെക്ക് തകർക്കാനായിട്ട് ചൈന എന്ത് പദ്ധതിയാണ് ഇട്ടതെന്നും സാമ്പത്തികമായി നമ്മൾ എത്രത്തോളം ചൈനയെ ആശ്രയിക്കുന്നുണ്ടെന്നുമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. വെറും വാർത്തകൾക്കപ്പുറം ഈ ജിയോ പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഉള്ളുകള്ളികൾ നമുക്കിന്ന് കീറി മുറിച്ച് തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് കരയുദ്ധത്തിൽ നിന്ന് തുടങ്ങാം. 2017 മുതൽ ചൈന ഒരു വിചിത്രമായ കളി കളിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് അവർ ചൈനീസ് പേരിടാൻ തുടങ്ങി. ആദ്യം 6 സ്ഥലങ്ങൾ, പിന്നെ 15, ഇപ്പോൾ ഏകദേശം 89 സ്ഥലങ്ങൾക്ക് അവർ പുതിയ പേരിട്ട് കഴിഞ്ഞു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമല്ല, അത് തെക്കൻ ടിബറ്റ് ആണെന്നാണ് അവരുടെ വാദം. ഇത് വെറുതെ പേര് മാറ്റലല്ല. ഇപ്പോഴൊക്കെ ഇന്ത്യ എവിടെ വികസനം കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ ദലൈലാമ അവിടെ സന്ദർശിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ചൈന ഈ പേര് മാറ്റം നടത്തുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇതൊരു തർക്ക പ്രദേശമാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കലാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനേക്കാൾ അപകടകരമാണ് ഷിയോ വോക്കാങ് എന്ന് പറയുന്ന ഗ്രാമങ്ങൾ. അതെ, അതിർത്തിയിൽ സാധാരണ ഗ്രാമങ്ങൾ എന്ന വ്യാജേന ചൈന പണിയുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളാണിത്. യഥാർത്ഥത്തിൽ ഇവ സൈനിക ബങ്കറുകളാണ്. പക്ഷേ ഇന്ത്യ ഇതിന് കൊടുത്ത മറുപടി ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇതിനേക്കാൾ അപകടകരമാണ് ഷിയോ വാക്കാങ് ഗ്രാമങ്ങൾ. അതിർത്തിയിൽ സാധാരണ ഗ്രാമങ്ങൾ എന്ന വ്യാജേന ചൈന പണിയുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളാണിത്. യഥാർത്ഥത്തിൽ ഇവ സൈനിക ബങ്കറുകളാണ്. പക്ഷേ ഇന്ത്യ ഇതിന് കൊടുത്ത മറുപടി ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഒന്നാമത്തെ സെലാ ടണൽ 13,000 അടി ഉയരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഒരു ടണലാണിത്. പണ്ട് മഞ്ഞുകാലത്ത് തവാങ്ങിലേക്കുള്ള വഴി അടയുമായിരുന്നു. എന്നാൽ സെലാ ടണൽ വന്നതോടെ 365 ദിവസവും ഇന്ത്യൻ സൈന്യത്തിന് ഏത് കാലാവസ്ഥയിലും ചൈനയുടെ മൂക്കിന് താഴെ എത്താൻ സാധിക്കുമെന്നതാണ്. 2, വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്നുള്ളതാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാതിരിക്കാൻ അവിടെ റോഡും ഇന്റർനെറ്റും എത്തിക്കുകയായിരുന്നു. 660-ലധികം ഗ്രാമങ്ങളെ ഇന്ത്യ സ്മാർട്ട് ആക്കുകയും ചെയ്തു. അതായത് ചൈന മാപ്പിൽ വരയ്ക്കുമ്പോൾ ഇന്ത്യ മണ്ണിൽ പണിയുകയാണെന്ന് പറയാം. നമ്മൾ അരുണാചലിനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ചൈന യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് അരുണാചലിനെയല്ല, മറിച്ച് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോറിനെയാണ്. ഇന്ത്യയുടെ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻ ലാൻഡുമായും ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ സ്ഥലമാണിത്. 2017-ൽ ഡോക്ലാമിൽ ചൈനീസ് പട്ടാളം അതിക്രമിച്ച് കയറിയത് എന്തിനാണെന്നറിയാമോ? ഈ ചിക്കൻ നെക്കിലേക്ക് എത്തി നോക്കാൻ പറ്റുന്ന ഒരു വാച്ച് ടവർ പണിയാനായിരുന്നു അവരുടെ പ്ലാൻ. അത് നടന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ പോലും ചൈന ആദ്യം ചെയ്യുന്നത് ഈ കഴുത്ത് ഞെരിക്കുക എന്നതാവും. പക്ഷേ ഇന്ത്യ ഇവിടെ കളിച്ചത് ചാണക്യ തന്ത്രമാണ്. നമ്മൾ ഈ ചിക്കൻ നെക്കിനെ മാത്രം ആശ്രയിക്കാതെ ബംഗ്ലാദേശുമായി ചരിത്രപരമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുകയും അതുവഴി സിലിഗുരി കോറിഡോർ ബ്ലോക്കായാൽ പോലും ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, മോംഗ്ല തുറമുഖങ്ങളിലൂടെയൊക്കെ നമ്മുടെ സൈന്യത്തിനും ചരക്കുകൾക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതായത് ചൈന നമ്മുടെ കഴുത്ത് ഞെരിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ വേറൊരു വഴി വെട്ടി തുറന്നു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് വിജയം. അടുത്ത യുദ്ധം നടക്കുന്നത് തോക്കുകൊണ്ടല്ല, ചെക്ക് ബുക്ക് കൊണ്ടാണ്. ഇതാണ് സ്ട്രാറ്റജിക് വിജയം. അടുത്ത യുദ്ധം നടക്കുന്നത് തോക്കുകൊണ്ടല്ല, ചെക്ക് ബുക്ക് കൊണ്ടാണ്. അതാണ് ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി അഥവാ കടക്കണി നയതന്ത്രം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി അയൽ രാജ്യങ്ങൾക്ക് അവർ വാരിക്കോരി പണം നൽകുന്നുണ്ടായിരുന്നു. തിരിച്ചടയ്ക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ള പ്രൊജക്റ്റുകൾക്കാണ് അവർ പണം നൽകിയിരുന്നത്. ഉദാഹരണത്തിന് ശ്രീലങ്ക ഹമ്പൻടോട്ട പോർട്ട് പണിയാനായിട്ട് ചൈന പണം നൽകിയിരുന്നു. ലാഭം കിട്ടിയില്ല എന്നത് മാത്രമല്ല, ഒടുവിൽ കടം വീട്ടാനായിട്ട് ശ്രീലങ്കയ്ക്ക് ആ തുറമുഖം 99 വർഷത്തേക്ക് ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നു.
ഇനി പാകിസ്ഥാന്റെ കാര്യം നോക്കാം. $62 ബില്യൺ CPEC പദ്ധതി വഴി പാകിസ്ഥാൻ ഇന്ന് ചൈനയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞു. ഇവിടെ ഇന്ത്യയുടെ മറുപടി എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നൈബർഹുഡ് ഫസ്റ്റ് പോളിസി എന്നതാണ് അത്. ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നപ്പോൾ ആദ്യം ഓടിയെത്തിയത് ചൈനയായിരുന്നില്ല, ഇന്ത്യയായിരുന്നു. $4 ബില്യൺ സഹായമാണ് നമ്മൾ അന്ന് നൽകിയത്. ഭക്ഷണവും മരുന്നും ഇന്ധനവും ഒക്കെ നൽകി. നേപ്പാളിൽ നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങുകയും ചെയ്തു. അതുവഴി അവർക്കും വരുമാനമുണ്ടായി. ചൈന പണം കൊടുത്ത് അടിമകളാക്കുമ്പോൾ ഇന്ത്യ സഹായം നൽകി പങ്കാളികളാക്കുകയാണ് ചെയ്തത്. ചൈനീസ് ലോണുകളുടെ പലിശ നിരക്ക് 4 മുതൽ 6% വരുമ്പോൾ ഇന്ത്യ പലപ്പോഴും 1% താഴെയാണ് നൽകുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് സമുദ്ര യുദ്ധത്തെ കുറിച്ചാണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ ചൈന കണ്ടെത്തിയ വഴിയാണിത്. പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹബ്ബൻ ടോട്ട, മ്യാൻമറിലെ സ്റ്റിവേ, ആഫ്രിക്കയിലെ ജിബൂട്ടി, ഈ തുറമുഖങ്ങളിലൂടെ ഇന്ത്യയെ അവർ വളയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മ്യാൻമറിലെ കൊക്കോ ദ്വീപിലും അവിടുത്തെ റൺവേയും റഡാറും സ്ഥാപിച്ച് അവർ ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപുകളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മ്യാൻമറിലെ കൊക്കോ ദ്വീപിൽ റൺവേയും റഡാറും സ്ഥാപിച്ച് അവർ ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപുകളെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പൊട്ടിക്കാനായിട്ട് ഇന്ത്യ തയ്യാറാക്കിയ മറുതന്ത്രമാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. ചൈനയുടെ പോർട്ടുകൾക്ക് തൊട്ടടുത്ത് തന്നെ ഇന്ത്യയും താവളങ്ങൾ ഉറപ്പിച്ചു. ഇന്തോനേഷ്യയിലെ സബാങ് തുറമുഖം മലാക്ക കടലിടുക്കിന്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒമാനിലെ ഡുമുക് പോർട്ട് അത് ഗൾഫ് മേഖലയിലെ നമ്മുടെ സാന്നിധ്യമാണ്. മൗറീഷ്യസിലെ അഗലേഗ ദ്വീപ്, അവിടെ നമ്മൾ എയർ സ്ട്രിപ്പ് പണിത് കഴിഞ്ഞു. കൂടാതെ ഫിലിപ്പീൻസിന് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ നൽകി. ചൈനയെ അവരുടെ വീട്ടുമുറ്റത്ത് പോയി വെല്ലുവിളിക്കുന്ന നീക്കമായിരുന്നു അത്. ഇന്ന് ഇന്ത്യൻ നേവിക്ക് സമുദ്രത്തിൽ എവിടെ വേണമെങ്കിലും എത്താനുള്ള ഒരു കരുത്ത് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സമുദ്ര യുദ്ധത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ് അത് തന്നെയായിരുന്നു മാലദ്വീപ്. കഴിഞ്ഞ വർഷം അവിടെ നടന്നത് നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് മുയിസു എന്ന പ്രസിഡന്റ് അധികാരത്തിൽ വന്നത് വലിയൊരു ഇന്ത്യ ഔട്ട് എന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ സൈനികരോട് തിരിച്ചു പോകാൻ അവർ ആവശ്യപ്പെട്ടു. ചൈനയുമായിട്ട് സൈനിക കരാറുകൾ അവർ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ ലക്ഷദ്വീപിന് തൊട്ടടുത്ത് കിടക്കുന്ന മാലദ്വീപ് ചൈനയുടെ കയ്യിലാകുക എന്നത് വലിയൊരു ഭീഷണിയായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യ എടുത്തത് പക്വമായിട്ടുള്ള ഒരു നിലപാടാണ്. നമ്മൾ മാലദ്വീപിനെ ഉപരോധിച്ചില്ല, മറിച്ച് ലക്ഷദ്വീപിൽ പുതിയൊരു എയർപോർട്ടും ടൂറിസം പദ്ധതികളും പ്രഖ്യാപിച്ചു. അതോടെ മാലദ്വീപിലെ വിനോദസഞ്ചാരം ശരിക്കും പറഞ്ഞാൽ ഇടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്തു. ഒടുവിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു ചൈന തരുന്ന പണം കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല എന്ന്. ഇപ്പോൾ മാലദ്വീപ് വീണ്ടും ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയാണ്. പണം കൊണ്ട് സ്നേഹം വാങ്ങാൻ നോക്കിയ ചൈനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത്. ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ തോൽക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധമുണ്ട്, അതാണ് സാമ്പത്തിക യുദ്ധം. ഇവിടെ കണക്കുകൾ ഇന്ത്യക്ക് എതിര് തന്നെയാണ്. നമ്മൾ ചൈനയുമായിട്ട് 100 രൂപയുടെ കച്ചവടം നടത്തുമ്പോൾ ഏകദേശം 85 രൂപയുടെ സാധനങ്ങളും അങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഇതിനെയാണ് ട്രേഡ് ഡിഫിസിറ്റ് എന്ന് പറയുന്നത്. 2023 മാത്രം $100 ബില്യൺ വ്യാപാര കമ്മി നടക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന ചൈനീസ് ഫോണും കളിപ്പാട്ടങ്ങളും വഴി കിട്ടുന്ന പണം, അതുകൊണ്ടാണ് ചൈന അതിർത്തിയിൽ നമുക്കെതിരെ ആയുധങ്ങൾ വാങ്ങുന്നത്. പക്ഷേ 2026 ആകുമ്പോഴേക്കും നമ്മൾ ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. PLI സ്കീം വഴി ആപ്പിളും സാംസങ്ങും ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങി. അതെ, പണ്ട് നമ്മൾ കളിപ്പാട്ടങ്ങൾ മുഴുവൻ ചൈനയിൽ നിന്ന് വാങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇന്ത്യയുടെ കളിപ്പാട്ട ഇറക്കുമതി 70% കുറഞ്ഞു. മരുന്ന് നിർമ്മാണത്തിലുള്ള APIകൾക്കായി നമ്മൾ സ്വന്തം ഫാർമ പാർക്കുകൾ ഗുജറാത്തിൽ തുടങ്ങുകയാണ്. സാമ്പത്തികമായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തെ ഏറ്റവും വലിയ യുദ്ധം. ചുരുക്കത്തിൽ 2026 കടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ചൈനയ്ക്ക് പണമുണ്ടാകാം, വലിയ സൈന്യമുണ്ടാകാം, പക്ഷേ ഇന്ത്യക്ക് ഇന്ന് തന്ത്രപരമായിട്ടുള്ള പങ്കാളികളുണ്ട്, ആ ഒരു വിശ്വസ്തതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭയമില്ലാതെ ഒരു വിദേശ നയം നമുക്കുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൽവാനിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന്. കരയിലും കടലിലും ആകാശത്തും ചൈനയുടെ ഓരോ നീക്കത്തിനും കൃത്യമായ ചെക്ക് വെക്കാനുള്ള സാധ്യതകൾ ഇന്ന് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്തും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് പറയാം. ഈ മാറ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്ന തന്ത്രം വിജയിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.